നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രീലേഖ മാഡം IPS DGP സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കുകയായിരുന്നു. ശ്രീലേഖ മാഡം റിട്ടയർഡ് IPS എന്നുകൂടി വായിക്കണം. അവർ DGP സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് വഴുതക്കാട്ടെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് BJP നേതൃത്വം അവരെ സമീപിച്ച് കോർപ്പറേഷൻ ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. BJPയോട് എന്തോ നേരത്തെ താല്പര്യമുള്ളത് കൊണ്ടും ഈ IAS IPS റിട്ടയർഡ് IPS എന്നൊക്കെ പറഞ്ഞാൽ മോഡിജിക്ക് എന്തോ വലിയൊരു സ്നേഹം തോന്നുമെന്നൊക്കെ വിചാരിച്ച് ചാടിക്കയറി ശ്രീലേഖ മാഡം മത്സരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ മേയറായേക്കാം. DGP സ്ഥാനം ഒഴിഞ്ഞ് റിട്ടയറായി പെൻഷൻ പറ്റി വീട്ടിൽ ചൊറുകുത്തിയിരിക്കുമ്പോൾ വെറുതെ ചുമ്മാ പിടിച്ച് മേയറാക്കാമെന്ന് പറഞ്ഞാൽ ആരും ചാടിപ്പുറപ്പെടുമല്ലോ. ഇത് കയ്യിലും അത്ര വലിയ നഷ്ടമുള്ള കേസൊന്നുമല്ലോ. വെറുതെ ഇലക്ഷൻ പോയി നിന്ന് കൊടുക്കുക, പാർട്ടിക്കാർ കഷ്ടപ്പെടുത്തി നമ്മൾ വിജയിച്ചോളും, ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേയറാവും എന്നൊക്കെ പറയുമ്പോൾ ആരായാലും ഒന്ന് വീണു പോകും. അങ്ങനെയാണ് ശ്രീലേഖ മാഡവും ഇക്കാര്യത്തിൽ വീണത്. അല്ലാതെ അവർക്ക് പഴയൊരു RSS ഈ പറയുന്ന പോലെ ആരോപിക്കപ്പെടുന്ന പോലെ RSS BJP ബന്ധമെന്നുള്ള ആളായിരുന്നില്ല ശ്രീലേഖ IPS. അവർ ഒരു IPS ഓഫീസറായിരുന്നു. അവർക്ക് പ്രധാനപ്പെട്ട ചുമതലകളൊന്നും അവസാന കാലത്ത് കൊടുത്തില്ല എന്നുള്ള പരിഭവം ഉണ്ടായിരുന്നു. റിട്ടയർ ആയപ്പോൾ ഇതെല്ലാം ശരിയാണെങ്കിലും അവർ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് അവരെ പിടിച്ച് കോർപ്പറേഷൻ കൗൺസിലിൽ മത്സരിപ്പിച്ചതും. IPS ഉദ്യോഗസ്ഥയെ അവർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കണമെന്നൊക്കെയുള്ള ചോദ്യം അവിടെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. കാരണം DGP പദവിയിൽ ഇരുന്ന് റിട്ടയർ ആയത് ഒരു വ്യക്തി എന്തിനാണ് വെറുതെ കോർപ്പറേഷനിലേക്ക് പോയി മത്സരിക്കുന്നത്? അതൊക്കെ സാധാരണ പാർട്ടിക്കാർ, കഷ്ടപ്പെടുന്ന പാർട്ടിക്കാർ മത്സരിക്കുമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉയർന്നു വന്നപ്പോഴും പാർട്ടി ശക്തമായി അവരെ ചേർത്ത് നിർത്തി, അവരെ നിർത്തി ജയിപ്പിച്ചു. മേയർ ആകുമെന്ന് അവർ സത്യത്തിൽ കരുതി. തന്നെ മേയറാക്കുമെന്നും തൻ്റെ റിട്ടയർഡ് IPS പദവിയും ഇതെല്ലാം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിന് തന്നോടുള്ള താല്പര്യം, രാജീവ് ചന്ദ്രശേഖറിന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് ശ്രീലേഖയെ മേയറാക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലും തന്നെ പോലുള്ള റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥയ്ക്ക് പുതിയൊരു പരിഗണന മോദിയും സംഘവും ഒക്കെ കൊടുക്കുമെന്ന് പാവം വൃഥ വിചാരിച്ചു പോയി. അങ്ങനെ അവർ മേയറാകുമെന്ന് വിചാരിച്ചെങ്കിലും RSS നേതൃത്വം ഇടപെട്ട്, BJPയുടെ നേതൃത്വം ഇടപെട്ട് VV രാജേഷിനെ മേയറാക്കി. കാരണം VV രാജേഷ് തന്നെയാണ് മേയറാകാൻ യോഗ്യമെന്ന് പാർട്ടി വിധി എഴുതി. യുവമോർച്ചയുടെയും മറ്റേ ABVPയിലും ഒക്കെ ധാരാളം തല്ലും കൊണ്ട് വളർന്നു വന്ന VV രാജേഷിനെ, മുൻ കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ നേതാവായ രാജേഷിനെ മാറ്റി നിർത്തുക, മേയർ സ്ഥാനത്ത് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് രാജേഷ് തന്നെ മേയറാകട്ടെ എന്ന് RSS തീരുമാനിച്ചു. രാജേഷ് മേയറായി. ഡെപ്യൂട്ടി മേയർ സ്ഥാനം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആശയ്ക്ക് നൽകി. അതും RSSന്റെ തീരുമാനമായിരുന്നു. പിന്നെ ഈ ശ്രീലേഖ മാഡത്തിന് എന്ത് കൊടുക്കും? അപ്പോഴാണ് അവരോട് പറഞ്ഞത്, വട്ടിയൂർക്കാവിൽ ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കണം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മുൻ DGP ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ആ ഉറപ്പ് BJP നേതൃത്വം കൊടുത്തപ്പോഴാണ് അവർ ഒന്ന് അയഞ്ഞതെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ രാജേഷ് മേയറാവുന്നതിന് മുമ്പ് ഇവരെന്തെങ്കിലും വെടിപൊട്ടിച്ചാൽ ആകെ നാണക്കേടാവുമെന്ന് BJP നേതൃത്വം അറിയാം. വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരം അവർക്ക് നൽകുമെന്ന് പാർട്ടി ഉറപ്പ് കൊടുത്തപ്പോഴാണ് ശ്രീലേഖ IPS മാഡം അല്പം ഒന്ന് അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നത്. അങ്ങനെ K മുരളീധരനും PS പ്രശാന്തനുമെതിരെ മത്സരിക്കാൻ ശ്രീലേഖ മാഡം ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ വട്ടിയൂർക്കാവിലൊക്കെ നല്ല BJP നല്ല വോട്ടുള്ള സ്ഥലമാണ്. പലപ്പോഴും രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ വരാൻ കഴിവുള്ളൊരു മണ്ഡലമാണിത്. K മുരളീധരനൊക്കെ മത്സരിച്ചാൽ എന്താണ് സംഭവിക്കാമെന്ന് അറിയില്ല. എങ്കിൽ തന്നെയും വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത് BJPക്ക് സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ ഒരു സീറ്റ് നൽകാൻ BJP തയ്യാറാണെന്നും മാഡം അവിടെ നിന്ന് മത്സരിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖരടക്കം പറഞ്ഞതോടുകൂടിയാണ് ശ്രീലേഖ ഒന്ന് പൊടിക്ക് അടങ്ങിയതെന്നാണ് RSS നേതൃത്വം നമുക്ക് നൽകുന്ന സൂചന, BJP നേതൃത്വം നമുക്ക് നൽകുന്ന സൂചന. ഏതായാലും K മുരളീധരൻ, പ്രശാന്ത് തുടങ്ങിയ വൻ തോക്കുകൾക്കെതിരെ മത്സരിക്കാൻ BJPയുടെ ഏറ്റവും വലിയ ആയുധമായി രംഗത്ത് വരാൻ പോകുന്നത് മറ്റാരുമല്ല ശ്രീലേഖ IPS തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്.